ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ വിട്ടിരുന്നു. മറ്റൊന്നല്ല, നമ്മുടെ കാക്കനാട് ചെമ്പൂക്കിൽ ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ പെരുന്നാളിനോടനുബന്ധിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ടുകാർ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് എൻ്റെ ഒന്ന് മോഷണം നടന്നായിരുന്നു. അപ്പോൾ അത് പലയിടത്തും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഇതിനെതിരെ എന്താണ് പറയുക, ജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് പറയണേ. കാരണം എന്താണ്, പോലീസുകാർക്ക് നോക്കണതിനൊരു പരിധിയുണ്ട്. ഇനിയിപ്പോൾ പഞ്ചായത്തിലാണെങ്കിൽ ഒരു ലെറ്റർ കൊടുക്കണമെന്ന് വെച്ചിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെന്തായാലും കൊടുക്കണുണ്ട്. കാരണം എന്താ പറയുക, വീടിൻ്റെ ഒരു ഗേറ്റ് തുറന്നു നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുറത്തിരിക്കണ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എപ്പോൾ ആണെങ്കിലും, അതായത് ഒരാളങ്ങോട്ട് മാറുമ്പോൾ ഇവർക്കെടുത്ത് വണ്ടി കയറ്റി വെച്ച് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാര്യം പറയുന്നത്, ഈ വീഡിയോ കാണുന്നവർ മിസ് ചെയ്യരുത്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ അന്ന് ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം പല ആൾക്കാരും പല സ്ഥലത്തു നിന്നും വിളിച്ചിട്ട് അവരുടെ ഇങ്ങനെ പോയി, ഇന്ന സാധനം പോയി, അവരുടെ വീട്ടിൽ കയറിയായിരുന്നു. അതുപോലെ കുറച്ച് ക്ലിപ്സും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ആണ് ഞാനിത് ചെയ്യണത്. അത് കാരണം നിങ്ങൾക്കൊരു ഇച്ചിരി എനിക്ക് തോന്നിയതും അന്ന് ആ വീഡിയോ ഇട്ടേന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടൊരു അറിവും കൂടി, കുറച്ച് ടിപ്സ് അറിവും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് തോന്നിയതും മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇതാരും മിസ് ചെയ്യരുതെന്ന് പറയുന്നത്, വേണ്ടപ്പെട്ട അധികാരികളെ നിങ്ങളൊന്ന് പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടാഗ് ചെയ്യുക. എല്ലാവരും ആരൊക്കെ ടാഗ് ചെയ്യാൻ പറ്റും അവരെല്ലാവരെയും വേണ്ടപ്പെട്ട നമ്മുടെ അധികാരികളെ ടാഗ് ചെയ്യുക. കാരണം അവരിലേക്ക് എത്തണം, ഇതിനൊരു മാറ്റം വരണം. കാരണം നമ്മൾ മലയാളികൾ ഇവിടെ ജനിച്ചു വളർന്നവർ പേടിച്ച് വീടിനകത്ത് ഇരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത്. പിന്നെ ഈ മോഷണം പോയ പല കാര്യങ്ങളും ഞങ്ങൾ അന്വേഷിച്ച് പല സ്ഥലത്തും ചെന്നപ്പോൾ മിക്കവരും പറയണത് എന്താണെന്ന് അറിയാം, അയ്യോ അതിൻ്റെ ഒന്നും പുറകെ പോയിട്ട് കാര്യമില്ല, ഇവിടെ സ്ഥിരമായിട്ട് പോലീസ് വരാറുണ്ട് ഇങ്ങനെ ചെക്കിങ്. എന്നാലും അവരവിടെ തന്നെ താമസിക്കണം. ഈ മോഷ്ടിക്കുന്ന ടീമുകൾ അവിടെ തന്നെ ആ വീട്ടിൽ തന്നെ താമസിക്കണം. അപ്പോൾ ഈ ഓണറിന് ഉത്തരവാദിത്വമില്ലേ? അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ? അപ്പോൾ അവിടെ ഒരു മോഷണം മുതൽ പിടിച്ചെടുക്കുകയുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ അവരെ താമസിപ്പിക്കരുത്, ഒഴിപ്പിച്ച് വിടണം. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, പലരും പറയണ അയ്യോ അതിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ലെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കണത്, ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ പോകുമ്പോൾ ഇവരിങ്ങനെ പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നത്. എനിക്ക് കുറച്ച് ക്ലിപ്സ് കിട്ടിയത് ഞാൻ ആഡ് ചെയ്തിട്ടാണ് ചെയ്യണത്. ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഇതാണ് ലാസ്റ്റ് ടൈം, അതായത് കഴിഞ്ഞ ആഴ്ച 11-ാം തീയതി വെളുപ്പിനെ ഈ ചെമ്പൂക്ക് സെൻറ്റ് മൈക്കിൾ ചർച്ചിൽ നിന്ന് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ഈ ലൈറ്റ് ആൻഡ് സൗണ്ടുകാരുടെ കേബിൾസ് കട്ട് ചെയ്ത് കൊണ്ടുപോയ ഒരു വിഷ്വലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് 2 ലക്ഷം രൂപയുടെ കേബിളാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം 3 ചാക്കിൽ ലൈറ്റ് എടുത്തൊരു ഹിന്ദിക്കാരൻ വെച്ചായിരുന്നു കൊണ്ടുപോകാനായിട്ട്. ആ ടൈമിൽ അവനെ പിടിക്കേണ്ടായി. അപ്പോൾ അതിന് സൂചന കൊടുത്താണ്. പക്ഷേ എന്നിട്ടും ഇവരുടെ നിന്ന് ഇത് കൊണ്ടുപോയപ്പോൾ എനിക്കും ഒരു വിഷമമായി. കാരണം നമ്മുടെ ഇടവപ്പള്ളി എന്താണ്, നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷന് വിളിച്ചതിന് തുല്യമാണ് അവർ വന്ന് അവിടെ ഒരു പരിപാടി ചെയ്യുമ്പോൾ. അപ്പോൾ കണ്ടറിഞ്ഞത് നമുക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ കണ്ടിട്ട് കാണാത്തവരിയ്ക്കാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിൻ്റെ പുറകെ വർക്കൗട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ പേര് വീഡിയോ ക്ലിപ്സ് അയച്ചു തന്നെന്ന് പറയും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ല, ഇതാണ് ചെമ്പൂക്കുപള്ളിയിൽ നിന്ന് ഇങ്ങനെ ഉന്തുവണ്ടിയിൽ വന്നിട്ട് വെളുപ്പിനെ 4 മണിക്കാണ് കൊണ്ടുപോയത്. ഇനി അടുത്തൊരു വീഡിയോ കണ്ടോട്ടോ, ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ്. അത് നമ്മുടെ പാടിവട്ടം അസീസിയ കൺവെൻഷൻ സെൻ്റർ ഉണ്ട്, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ഒരു സോണി ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ഒരു ചെറിയൊരു കടയാണ്. അവിടെ നിന്ന് വെളുപ്പിനെ കരിക്കും കൊല എടുത്തുകൊണ്ട് പോകണേ ഈ സ്ത്രീ, വേറൊരു സ്ത്രീ, ഇത് അവർ തന്നെയാണെന്നല്ല, ഇതിലൊരു സ്ത്രീ ഉണ്ട്. അപ്പോൾ ഈ കരിക്കും കോല എടുത്തുകൊണ്ടാണ്. അപ്പോൾ കരിക്കും കോലക്ക് വരെ ഇതാണ് അവസ്ഥ. അടുത്തൊരു ഈ ഒരു വീഡിയോ കൂടി കണ്ടു നോക്കി. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ വെണ്ണല ഫെഡറൽ പാർക്കിൻ്റെ ആ ഒരു ഏരിയയിൽ ഒരു വീട്ടിൽ കയറുകയാണ്. അത് ഗേറ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരാളില്ലേ, നമുക്ക് അതിനുവേണ്ടി നമുക്കൊരു സെക്യൂരിറ്റിനെ ലൗസ് നിർത്താൻ പറ്റും. ഈ റോഡ് സൈഡിലുള്ള വീട്, എൻ്റെ വീട് റോഡ് സൈഡാണ്. ഗേറ്റ് എപ്പോഴും ഞാൻ അടച്ചിടാറ് ചെയ്യാറ്. കാരണം തുറന്ന് കിടന്നാൽ ഉറപ്പായിട്ടും കയറി. ഞാൻ അടച്ചിട്ടാലും തുറന്ന് കയറുന്ന വീഡിയോയും ഇതിൻ്റെ അകത്ത് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കണത്, ഇത് നമ്മിപ്പോൾ കണ്ടില്ല അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ലെന്നും പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നാളെ നമ്മുടെ കുട്ടികളെ പോലും പുറത്തിറക്കി നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. കാരണം നിങ്ങൾ കുട്ടീനെ പുറത്ത് നിർത്തിയിട്ട് അകത്തേക്ക് കാരണം ഗ്യാപ്പിൽ കൊച്ചിനെ മണി അടിച്ചുകൊണ്ട് പോകും. ആ ഒരു കാലഘട്ടത്തിലേക്ക് വരും. അത് ഞാൻ എഴുതി തരാം. കാരണം അതിലേക്കാണ് ഈ കൊണ്ടുപോകണം. അപ്പം നാട്ടുകാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ടിരിക്കണം. അപ്പുറത്തൊരു വീട്ടിലൊരാൾ കയറണ കണ്ട സ്വന്തം വീടല്ല, അപ്പുറത്തെ വീട്ടിലല്ലേ എന്നുള്ള രീതിയിൽ നിൽക്കാണ്ട് ഞാനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പുറത്തെ വീട്ടിലൊരാൾ കയറണുണ്ട്, ഞാൻ ചെന്നിട്ട് എന്താ ആരോട് വെച്ചിട്ട് അത് കയറിയെന്ന് ചോദിക്കുക. അല്ലാണ്ട് ഇത് എല്ലാവരും മിണ്ടാണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് ഇതാവണത്. ഇനിയിപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ കാണിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഈ പള്ളിയിലെ തന്നെ വിഷ്വല് കിട്ടിയേക്കണതിൽ ആളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്നിട്ട് ഈ വീഡിയോ കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ടിപ്പ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ്. അതായത് ആ വണ്ടിയുടെ സൈഡിലുള്ളൊരു കളറുകൾ അല്ലെങ്കിൽ ആ വണ്ടിയുടെ വീലിൻ്റെ എന്താണ് കമ്പികളുടെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആ വണ്ടിയുടെ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ആൾ നടന്നു പോകണം. ഇപ്പോൾ അതിലൊരു സ്ത്രീയും പുരുഷനും ഉണ്ട്. ഇതിലിവർ നടന്നു പോകുന്ന ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ. അപ്പോൾ എനിക്ക് ഈ വ്യക്തിനെ, ഇതിൻ്റെ അകത്ത് കാണുന്ന വ്യക്തിനെ എനിക്കറിയാം. ഇതിന് മുന്നേ നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു കാണ പൊളിച്ച ടൈമിൽ ഇവിടെ വന്നിട്ട് എൻ്റെ ഊഹ ശരിയാണെങ്കിൽ അവൻ്റെ നടപ്പ് കണ്ടിട്ട് അവൻ തന്നെയാണ്. കാരണം അങ്ങനത്തെ ഒരു വ്യക്തി എടുത്തുകൊണ്ട് പോകണം. ആ ക്ലിപ്പ് ചെയ്യാൻ പക്ഷേ അന്ന് സേവ് ചെയ്ത് വെച്ചില്ലായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ മൊബൈലിലുണ്ടാകുന്ന അറിഞ്ഞുകൂടാ. ഞാൻ ഒന്നുകൂടി നോക്കണം. ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ ആ ദിവസങ്ങളിൽ തന്നെ ആ കാണുന്നത് തന്നെ ആ ദിവസങ്ങളിൽ വെളുപ്പിന് ഒരു ദിവസം ഒരു 1:30 സമയത്ത്
ഞാനത് പറയാൻ കാരണം 1:30 സമയത്ത് എൻ്റെ ഒരു നെയ്ബർ പുറത്തിറങ്ങി ഒരാളായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നി. അപ്പോൾ കാനയുടെ അകത്താണ് ഒരാൾ ഇരിക്കുന്നത്, ഇവൻ റോഡിൻ്റെ സൈഡിൽ വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ 1 മണി 1:30 എന്തുകൊണ്ടോ ഈ വെളുപ്പിന് ഞാൻ വർക്ക് കഴിഞ്ഞ് വന്ന ടൈമാണ്. ഞാൻ ചെന്ന് അവിടെ സംസാരിച്ചപ്പോൾ എനിക്കറിയാതെ അയച്ചത് മറ്റേ ക്യാപ്പ്, സേഫ്റ്റി ക്യാപ്പ്, ജാക്കറ്റ്, മറ്റേ എന്താണ് ഫ്ലൂറസെൻ്റ് ലൈനൊക്കെ ഉള്ള മറ്റേ ഒരു ഓറഞ്ച് കളർ ജാക്കറ്റ് ഇല്ലേ ഈ റോഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇപ്പം കാണയിൽ ഇറങ്ങിയിരിക്കണേ. അത് ഞാൻ ആരാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ എയർടെലിൻ്റെ പണിക്കാരനാണ്. എയർടെലിൻ്റെ പണിക്കാരൊന്നും ഈ വെളുപ്പിനെ വരില്ല. ഞങ്ങൾ പിറ്റേ ദിവസം അന്വേഷിച്ച് പലരായിട്ടും സംസാരിച്ചു. പിന്നെ അന്ന് ഞാനും ടയേർഡാണ്, വർക്ക് കഴിഞ്ഞ് വന്നതിന് എനിക്ക് കിടന്ന് ഉറങ്ങിയാൽ മതി. ഞാൻ അന്ന് ചെക്ക് ചെയ്തില്ല. പക്ഷെ അന്ന് ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ ആദ്യം കാണിച്ചു തരാം. അവരെ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ വീഡിയോ ക്ലിപ്പ് എടുത്തു വെച്ചു. അപ്പോൾ ഈ വണ്ടിയിലുള്ള ആൾ എന്നോട് പറയുന്നുണ്ട് അയാളും തമിഴനാണ്. അപ്പോൾ ഈ ഞാൻ സംസാരിച്ച ആൾ മൂർത്തി എന്നും പറഞ്ഞാണ്. അപ്പം ഭയങ്കര എനിക്ക് ഒരു ഫ്രോഡായിട്ട് തോന്നിയത്. ശേഷം ആ വണ്ടിയിലിരിക്കുന്ന ആൾ പറഞ്ഞ് വീഡിയോ എടുക്കരുത് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നിട്ടും എടുത്ത് വെച്ചൊരു സംശയം. കാരണം വണ്ടി നമ്പറൊക്കെ കിട്ടുന്ന രീതിയിൽ ഒരു നല്ല എയ്സ് വണ്ടിയിൽ വന്നിട്ടാണ് ഇവർ ചെയ്യണത്. അല്ലാണ്ട് ലോക്കൽ സെറ്റപ്പ് ഉന്ത് വണ്ടിയിലൊന്നും വേണ്ട. ഇപ്പോൾ അവരൊക്കെ റേഞ്ച് മാറി. കാരണം കുറേ കട്ട് കഴിയുമ്പോൾ കാശി വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് വണ്ടിയിലും നടക്കാമല്ലോ. എനിക്ക് തോന്നുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ ഓണറിന് ഇത് അറിയാഞ്ഞിട്ടാണെന്ന് അറിഞ്ഞൂടാ, വേറെ എന്തെങ്കിലും വർക്കിന് വിട്ടിട്ട് രാത്രി എടുത്തിട്ട് അയാൾ അറിയാണ്ട് ഇത് യൂസ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണും, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. എടാ ഏതാണ് എയർടെല്ലാ? എയർടെല് എന്ത് കേബിള്? എയർടെൽ കേബിളാ? யாரு പറഞ്ഞത് ഉങ്ങളോട്? ഡെയിലി ഇവിടെ വന്നിട്ട് പോകണം. ഇന്നലെയൊന്നും பார்த்ததே இல்லைங்க. നിങ്ങളുടെ പേരെന്നെ? കാർഡ് എടുക്കാ? ലൈസൻസാ എന്നാ? ദക്ഷിണമൂർത്തി. നിങ്ങൾ മാത്രമുള്ള? யாரு പറഞ്ഞത് ഉങ്ങളോട്? எங்களுக்கு சூப்பர்வைசர் பரியும் டிஎல் பரியும். എന്താ ആള് പേരെന്താ സൂപ്പർവൈസർ? எங்களுக்கு இவரு யாரு? നമ്പർ കൊടുങ്ക. ഉങ്ങളുടെ നമ്പറും കൂടെ. അതൊക്കെ വിടുങ്ക. ആ ഉങ്ങളുടെ നമ്പറും വേണം. എന്താ ആരാ കോൺട്രാക്ടർ? അന്നാളുടെ നമ്പർ. നിങ്ങൾ എന്നെ പണിട്ട് ഇருக்கு இப்போ? இப்போ நாங்க வந்து கேபிள் கட் ஆயிருக்கு. உங்கள்ட்ட கையில என்ன இருக்கு? இந்த பிளேடு. அது என்ன எதுக்காக? പറ. எங்க கேபிள் எங்க டெட் கட். എവിടെ കേബിൾ കാണിക്ക്. ഏത് കേബിൾ? കേബിൾ ഇവിടെ കട്ട് ആയിருக்கு. ഏത് കേബിൾ? ഇത് ഡെഡ് ആണ്. അത് ഏത്? இந்த ഡെഡ്. അത് ഡെഡ് ആണ്. കണ്ടാ? ഡെഡ്. ഇത് വേസ്റ്റ് ഇഞ്ചി കേബിൾ. ഇതെങ്കേന്ന് കിടച്ചു இந்த ஜாக்கெட்? இது ஜாக்கெட் இல்ல, டிரைவர் வண்டி எல்லாமே இருக்கு. அதான் ராத்திரி சின்ன சாமி. இது வந்து சின்ன சாமி ஆனா வந்து എന്ത് വർക്ക് ഇருக்கு? എയർടെലിന്റെ വർക്ക്. ഈ വണ്ടി നമ്പർ കാണിച്ചതെന്ന് വെച്ചാൽ വണ്ടിയുടെ ഓണർ ഇത് അറിയണമെന്നില്ല കേട്ടോ. പക്ഷേ ഈ വീഡിയോ നമ്മൾ കാണിക്കുന്നത് വെച്ചാൽ അദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയും കൂടിയാണ്. മറ്റുള്ളവരും ഇങ്ങനെ വണ്ടി കൊടുക്കണവരാ അല്ലെങ്കിൽ ഇങ്ങനത്തെ വർക്ക് ചെയ്യണവർ. പിന്നെ ഇതിൽ പറയുന്ന മൂർത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എറണാകുളത്തുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ വർക്കിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാലഘട്ടം ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് വെച്ച് കണ്ടിരുന്നു. കണ്ടല്ലോ ഈ വീഡിയോ ഉണ്ടല്ലോ. ഇത്രയാണ് നമ്മൾ അന്നത്തെ ദിവസം രാത്രി ചെയ്തത്. ശേഷം ഞാൻ പിറ്റേ ദിവസം നമ്മുടെ ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ കാണുന്ന കാഴ്ച ഇതിന് മുന്നേ ഇവർ ഈ അറുത്തുകൊണ്ടിരിക്കണേ ഈ കേബിൾസ് കട്ട് ചെയ്ത് വണ്ടി കയറണുണ്ട്. അത് നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മളെ ലാസ്റ്റ് ടൈമിൽ ചെല്ലുമ്പോൾ ഇവർ എയർടെലിൻ്റെ പണിക്കാരാണെന്ന് പറഞ്ഞ് നമ്മളതൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഒഴിവാക്കി വിട്ടു. പക്ഷേ ആ വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് എനിക്കിപ്പോൾ ആളെയും അല്ലെങ്കിൽ ആ വണ്ടി നമ്പർ കാണിക്കാൻ പറ്റും. ഈ വണ്ടിയുടെ ഓണറിന് ഇത് അറിഞ്ഞുകൊണ്ടാണോ അല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി ഇവരുടെ വണ്ടിയാണോ ചെക്ക് ചെയ്തിട്ടില്ല, ചെക്ക് ചെയ്യാൻ ഇനി കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് ശേഷം ഇവിടുത്തെ ഒരു കൗൺസിലർ ഷാജിയുമായിട്ട് ഞാൻ തൃക്കാക്കര സ്റ്റേഷനിൽ കൊണ്ടുപോയതിൻ്റെ ഒരു ഇത് പരാതിയല്ല, അവർ ബോധിപ്പിക്കുകയുണ്ടായിരിക്കുന്ന സംഭവം നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിലൊരു ഓഫീസർ എന്നോട് അന്ന് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ പല ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റുകളിൽ നിന്ന് രാത്രി ഇതേപോലെ വണ്ടിയിൽ സാധനം കൊണ്ടുപോകും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഉറപ്പിക്കാം. കാരണം ഇവരായിട്ട് സംസാരിച്ചപ്പോൾ ഒരു ഫ്രോഡാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പക്ക ഒരു ഫ്രോഡാണെന്ന്. ഈ ഒരു മൂർത്തി എന്നാണ് ആളുടെ പേര്. എൻ്റെ നമ്പറൊക്കെ ഉണ്ട്, നമ്പറൊക്കെ മേടിച്ച് വെച്ചിട്ടാണ് വിട്ടത്. അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ ഇങ്ങനെ നമ്പറും കൊടുത്തു, ഈ വീഡിയോ ക്ലിപ്സ് അയച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതായിട്ട് കണക്റ്റഡ് ആണോ എന്ന് ആ സാറ് ചെക്ക് ചെയ്തിട്ടെന്ന് പറഞ്ഞ ശേഷം വിളിച്ചില്ല. ഞാൻ പറഞ്ഞ് നീ ഏതെങ്കിലും രീതിയിൽ ഞാൻ പരാതി എഴുതി തരും, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, ഞാൻ ചെയ്തു തരാം, ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. ശേഷം പക്ഷേ അവിടെ നിന്നൊരു കോൾ വന്നില്ല. പിന്നെ അവരുടെ ചിലപ്പോൾ തിരക്കൊണ്ടായിരിക്കാം, എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇനിയും നമ്മൾ കണ്ണടച്ചിരുന്ന പല കാര്യങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം പറയും. ഇപ്പോൾ നമ്മുടെ ചെമ്പൂക്കുവള്ളിയിൽ നിന്ന് പോയതെന്ന് പറയുമ്പോൾ എനിക്ക് 2 കാര്യങ്ങൾ പറയാനുള്ളത്. അവിടെ ക്യാമറ ഉണ്ടെങ്കിലും അവിടെ ക്യാമറേനെക്കാട്ടിയും വലുത് വേണ്ടത് അന്ന് ഗേറ്റ് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതൊരു മിസ്റ്റേക്കാണ്. പള്ളിയുടെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ടായില്ല, മുഴുവൻ 3-4 ഗേറ്റുകളുണ്ട്. അതൊന്നും പൂട്ടിയിട്ടുണ്ടായില്ലെന്ന് അറിയാൻ സാധിച്ചത്. അതുപോലെ ഇനി പള്ളിപ്പെരുന്നാൾ ഉത്സവങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോഗ്രാമുകൾ നടക്കുന്ന വേദികളിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഇത്ര ലക്ഷം രൂപയുടെ സാധനമാണ് വെക്കണത്. ഞാൻ അന്ന് വീഡിയോ പറഞ്ഞറിയപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫറാണ്. എനിക്ക് ഈ സാധനങ്ങൾ കഴിയുമ്പോഴത്തും മാറ്റി വെക്കാൻ പറ്റും. ഇവർക്ക് ഡെയിലി തയ്ച്ച് പിന്നെ സെറ്റ് ചെയ്യൽ നടക്കുന്ന കേസല്ല. അപ്പോൾ
ഇങ്ങനെയുള്ളിടത്ത് നിങ്ങൾ ആരെങ്കിലും അവിടെ എപ്പോഴും ഒരു 2 പേരെ 3 പേരെ നിർത്തണം. അതുപോലെ പള്ളിപ്പറമ്പിലാണെങ്കിലും, ഇന്ന് പള്ളിപ്പറമ്പിൽ നിന്ന് പോയതുകൊണ്ട് പള്ളിപ്പറമ്പ് എന്ന് പറയുന്നത്, ഇനി ഉത്സവപ്പറമ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും പരിപാടികൾ നടക്കുമ്പോൾ ഒരു 3-4 സെക്യൂരിറ്റീസിനെ ആ ദിവസങ്ങളിൽ അവിടെ നിർത്തണം. കാരണം കുറേ ആൾക്കാരുടെ കുറേ ലക്ഷങ്ങളടങ്ങിയ സാധനങ്ങളെ കൊണ്ടുണ്ട്. അത് ഇതുവരെയും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഇതുവരെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷേ ഇനി അങ്ങോട്ട് എപ്പോഴും ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഈ ഒരു 2 കാര്യം ഞാൻ പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇവർക്ക് ഈ ആക്രി പറക്കുന്നവർക്കും മറ്റുള്ളവർക്കൊക്കെ വീട് കൊടുക്കുന്നവരില്ലേ, അവരുടെ ഒരു ശ്രദ്ധ വേണം. അവർ ഇപ്പോൾ പലതവണ ഒരു വീട്ടിൽ പോലീസ് വണ്ടി ചെന്നെന്ന് പറയാം, എന്നിട്ട് അവരവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ ആ ഓണറിനും കൂടി ഇനി പിഴമത്താനുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. അല്ലാണ്ട് അവരവിടെ നിന്ന് മാറ്റേണ്ട. ഒരു പ്രശ്നം വരുമ്പോൾ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ മാറ്റേണ്ടതാണ്. അതുപോലെ ഈ സാധനങ്ങൾ അടിച്ചു മാറ്റുന്നവരില്ലേ, ആ ദിവസം തന്നെ ചിലപ്പോൾ ലോങ് ഏരിയയിലേക്ക് കൊണ്ടുപോകണമെന്നില്ല. ആ ഏരിയ തന്നെ എവിടെയെങ്കിലും ചിലപ്പോൾ ഒളിപ്പിച്ച് വെച്ചേക്കാം. അതിൻ്റെ ചിലപ്പോൾ രാവിലെ വേറെ വണ്ടിക്കായിരിക്കാൻ വന്നെടുക്കണം. അപ്പോൾ ആ സമയത്ത് അതും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ നല്ലതായിരിക്കും എന്നും കൂടി ഞാൻ പറയുന്നതാണ്. ഞാൻ കുറച്ച് മുമ്പ് ആ വീഡിയോ കാണിച്ചില്ല, അതിൻ്റെ അകത്ത് അവരുടെ ഡ്രസ്സിങ് രീതി, അല്ലെങ്കിൽ ആ വണ്ടിയുടെ ഒരു രീതി, അല്ലെങ്കിൽ വണ്ടിയുടെ സൈഡിൽ വല്ല കളറൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. ആളിപ്പോൾ ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഉപകാരപ്പെട്ടേക്കാം. ഒരാളുടെ നടക്കണ രീതി, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോ ക്ലിപ്പിൽ നിന്ന് ആളെ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ അതും കൂടി നിങ്ങൾ മൈൻഡിൽ ഇട്ടേക്കുക. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ ഇടയിൽ ഉറപ്പിക്കണം, ഈ സെക്കൻഡ് ഹാൻഡ് ക്യാമറയൊക്കെ മേടിച്ച് വീടുകളിൽ വെക്കണവരുണ്ട്, അത് പരമാവധി ഒഴിവാക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അതിൽ ലിങ്ക് ചെയ്തേക്കണ മൊബൈൽ നമ്പർ അൺലിങ്ക് ആക്കാണ്ടായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അവർക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും കാണാൻ പറ്റും. ചിലപ്പോൾ അവരുടെ നമ്പർ ഈ മൊബൈലിൽ നേരത്തെ അറ്റാച്ച് ചെയ്തിട്ടേക്കണായിരിക്കും അതിൻ്റെ അകത്ത്. അപ്പോൾ അത് അൺലിങ്ക് ആയെന്നൊക്കെ നോക്കിയിട്ട് മാത്രം പ്രവർത്തിക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വയം ഒരു കുഴി കൊണ്ടുവന്നമാരിയിരിക്കും. അതുപോലെ തന്നെയാണ് മറ്റേ മെമ്മറി കാർഡ് ഇടുന്ന ക്യാമറകൾ പലരും മേടിച്ച് വീടിൻ്റെ പുറത്ത് വെക്കാറുണ്ട്. പക്ഷേ അത് അത്ര സേഫ്റ്റി അല്ല. കാരണം കാർഡ് ഇരിക്കണം അതിൻ്റെ ഉള്ളിലാണ്. അത് വീടിൻ്റെ ഉള്ളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, അപ്പോൾ ഹോളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിന് പറ്റിയൊരു ക്യാമറയാണ്. പക്ഷേ പുറത്ത് വെക്കുമ്പോൾ എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത്, ഇത് പൊട്ടിച്ചുകൊണ്ട് പോയാൽ കാർഡ് അതിൻ്റെ അകത്താണ്. പിന്നെ ഈ CCTV ഉള്ളവരും ഇനി വെക്കാൻ ആഗ്രഹിക്കുന്നവരും അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ നമ്മൾ അടുത്തൊരു എപ്പിസോഡായിട്ട് ഞാൻ പുറകെ ഇറക്കണ്ടെങ്കിൽ കുറേ നാളായിട്ട് അത് ഞാൻ എഴുതി വെച്ചിട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. കാരണം അത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണമെന്നുള്ള എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ അടുത്തൊരു എപ്പിസോഡുമായിട്ട് വരുന്നതാണ് അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനലൊന്ന് ഫോളോ ചെയ്തിട്ടേക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്നായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇങ്ങനെ ഈ തമിഴന്മാർ അല്ലെങ്കിൽ ഹിന്ദിക്കാർ ഈ നൈറ്റ് വണ്ടിയായിട്ട് ഇറങ്ങണില്ലേ, അപ്പോൾ ഈ പിന്നെ പാലും വണ്ടി അല്ലെങ്കിൽ പത്രം വിതരണക്കാർ, അങ്ങനെ അല്ലെങ്കിൽ ടാക്സി ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ യൂബർ ഓടുന്നവർ, ഇവരൊക്കെ മുമ്പിൽ കാണുമ്പോൾ ഒറ്റയ്ക്ക് പ്രതികരിക്കണമെന്നല്ല, നേരെ മറിച്ച് എന്തെങ്കിലും സംശയം തോന്നിയൊരു ഫോട്ടോയോ വീഡിയോയോ അവരുടെ പതിക്കെ അറിയാത്ത രീതിയിലാണെങ്കിൽ എടുത്ത് വെച്ചേക്കണം. കാരണം ചിലപ്പോൾ പിറ്റേ ദിവസം ഒരിക്കലും നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്ന ഇന്ന ഏരിയയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഒരു പിക്ചറോ വീഡിയോയോ എന്തെങ്കിലും സംശയം കണ്ടാൽ നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ പ്രതികരിക്കരുത്. അതും കൂടി ഞാൻ പറയുന്നതാണ്. എന്നാൽ പ്രതികരിക്കേണ്ട സ്ഥലത്ത് മറ്റാരെങ്കിലും ഹെൽപ്പ് ഉണ്ടോ ചെയ്യുകയും വേണം. സ്നേഹം കൊടുക്കേണ്ടടുത്ത് സ്നേഹം കൊടുക്കണമെന്നാണ് ഞാൻ പറയണത്. അപ്പോൾ കാരണം നമ്മുടെ നാട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. പിന്നെ അതിനെക്കാട്ടി ഏറ്റവും ഉപരി ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പാട്ടവർക്കാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടീംസ് വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞ് രാവിലെ 6 മണി വരെയും പുറത്തിറങ്ങണം. എന്തിനാണ് ഈ രാത്രി ഇവർ വണ്ടിയായിട്ട് പുറത്തിറങ്ങേണ്ട? അത് മോഷ്ടിക്കാൻ തന്നെയാണെന്ന് നമ്മൾ കരുതേണ്ടി വരും. വേറെ എന്തെങ്കിലും ഇവർ ഈ സമയത്ത് ഈ വണ്ടിയായിട്ട് ഇറങ്ങി വെക്കണം. പിന്നെ മോട്ടർ പിടിപ്പിച്ചാണ് വണ്ടി, അത് ആദ്യമേ നിർത്തലാക്കണം. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വണ്ടി കൊണ്ടു നടക്കാൻ നിങ്ങൾ സമ്മതിക്കും? ഇവിടെ പല ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം മേൽ ഉദ്യോഗസ്ഥന് കൊടുക്കണില്ല? അപ്പം ഞങ്ങൾ നേരെ ചെന്ന് കളക്ടറെ കാണണമെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അവിടെ ക്യൂ നിന്ന്. പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. എത്രയോ ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരാർക്കെങ്കിലും ഒന്ന് കളക്ടറിൻ്റെ മുമ്പിലോട്ട് ഈ ഒരു വീഡിയോ എങ്കിലും എത്തിച്ചു കൊടുക്കുക. അതെങ്കിലും നിങ്ങൾ ചെയ്യുക. അതൊരു നാട്ടുകാർക്കൊരു ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് പറയുകയാണ്, ഈ ഒരു വീഡിയോ എങ്കിലും ലിങ്ക് അദ്ദേഹത്തിനോടൊന്ന് കാണാൻ പറയുക. ഒരു റിക്വസ്റ്റാണ്. കാരണം ഞങ്ങൾ അവിടെ പോയി 2-3 ദിവസം പണിയും കളഞ്ഞ് നിന്ന് ചിലപ്പോൾ അപ്പോഴും കാണാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മസ്റ്റായിട്ട് ഈ ഉദ്യോഗസ്ഥരെയൊക്കെ മേലുദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ആരെയൊക്കെയാണ് നമുക്ക് ടാഗ് ചെയ്യേണ്ടത് അവരൊന്ന് ടാഗ് ചെയ്യുക. ഇത് മാറ്റം തന്നെ നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഓരോ ഏരിയയിലും ഓരോരുത്തർ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെയുള്ള എല്ലാ കൂട്ടായ്മയും കൂടി ചേർന്ന് നൈറ്റിൽ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4 പേര് വെച്ച് ഇടയ്ക്കെങ്കിലും ഒരു ഉറക്കൊഴിച്ചിരിക്കണം നല്ലതായിരിക്കും. അല്ലെങ്കിൽ നാളെ നമ്മുടെയൊക്കെ ഭാവി എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വീടിൻ്റെ അകത്ത് പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അതിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഇവരെ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞാൽ രാവിലെ 6 മണി വരെ ഇവർ പുറത്തിറക്കരുത്. അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവരണം. കാരണം എന്തിനാണ് ഇവർ ഈ രാത്രി ഉന്തുവണ്ടിയായിട്ട് ഇറങ്ങണത്? അത് അടിച്ചു മാറ്റാൻ തന്നെയാണ്. വേറെ എന്തിനാ? അവർക്ക് രാവിലെ ചെയ്താൽ പോരാ പണി. അപ്പോൾ അത് രാത്രി ഇറങ്ങുന്ന ആരൊക്കെ ഉണ്ടെങ്കിലും ഒരു ഫോട്ടോയോ വീഡിയോ എടുത്ത് വെക്കാൻ ശ്രമിക്കുക പരമാവധി. ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ആൾക്കാർ കുറേ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ഒന്ന് അറിയാണ്ടൊരു ഫോട്ടോ വീഡിയോ എന്തെങ്കിലും എടുത്ത് വെക്കുക, ആളെ മനസ്സിലാവുന്ന രീതിയിൽ.
പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. അപ്പുറത്തെ വീട്ടിലൊരാൾ കയറുമ്പോൾ പലപ്പോഴും ഞാൻ കണ്ടേക്കണം അവർ മൈൻഡ് ചെയ്യാതെ നിൽക്കും. എൻ്റെ വീട്ടിലല്ലല്ലോ പോണത്. അങ്ങനെ ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ നാളെ നമുക്ക് ഈ ഗതി വരും. ഇപ്പോൾ ഞാൻ പലരും ഈ പള്ളിയുടെ ഇതായിട്ട് ബന്ധപ്പെട്ട് തന്നെ സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇതാണ്. അതിൻ്റെ ഒന്നും പറയാൻ പോട്ടെ, അങ്ങനെയല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പോയാൽ അതിന് നേരം ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ദിവസം പോകും. ഇങ്ങനെയൊക്കെ പറയണവരുടെയും പറഞ്ഞത് നിങ്ങൾക്കും ഇങ്ങനെ ഒരു അനുഭവം വരാതിരിക്കട്ടെ. പക്ഷെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരിക്കില്ല സംസാരിക്കണം. അതാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഈ അടുത്ത് ഒരാളായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ്, ഈ മരുന്ന് കേസ് സംസാരിച്ചപ്പോൾ പറഞ്ഞ്, അവരെയൊക്കെ പണിയാണ്. ഞാൻ ചോദിച്ചാൽ നിൻ്റെ മക്കൾക്ക് ഇത് കൊടുത്തു, അവൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നീ ഇത് തന്നെ പറയുമെന്ന് വെച്ചു. ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറയാം അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മുടെ മക്കൾക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ അതിലേക്ക് എത്തിക്കാണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മുടെയും കൂടി ആയിട്ട് കാണുക. നല്ലതാണെങ്കിൽ അത് മുൻകൈ എടുത്ത് ചെയ്യുക. പിന്നെ വേറെയും കുറേ വീഡിയോ ക്ലിപ്സ് അയച്ചു തരാൻ പറഞ്ഞിട്ട് കിട്ടിയില്ലായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ഇട്ട് തന്നെ പലരുടെയും വീട്ടിൽ കയറി ഒരു വീഡിയോ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ സോറി ഞാൻ വിട്ടുപോയി, എന്നെ അതും കൂടി കാണിക്കുക. ആർടെക് എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ സ്ഥാപനമുണ്ട് പാചകത്ത്. അവിടെ നിന്ന് രാവിലെ 8 മണിക്ക് ക്യാമറയ്ക്കുള്ള സ്ഥാപനമാണ്. എനിക്ക് അത്രയും പരിചയമുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. അതിൻ്റെ ഉള്ളിൽ തമിഴ്ത്തിമാർ കയറുന്ന ആ വീഡിയോ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇതും കൂടി കണ്ടോ, അതിൻ്റെ ഉണ്ട്. ഈ ഒരു വീഡിയോ ഉണ്ട്. രാവിലെ 8 മണിക്കാണ് ഇവർ കയറുന്നത്. അപ്പോൾ ആർക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ഒരു നമ്മളെ ബാധിക്കലില്ല എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ ആ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകരുത്. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി കേട്ടോ ഈ പാടിവട്ട ഏരിയയിൽ നിന്ന് തന്നെ ഒരു തട്ടുകട ഹോട്ടലിൽ നിന്ന്, അതെനിക്ക് ഹോട്ടൽ മനസ്സിലായത്, തട്ടുകട പോലെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചത് ഈ ദോശ ഉണ്ടാക്കണ ഒരു എന്താണ് വലിയ ഇരുമ്പിൻ്റെ പീസ് ഉണ്ടല്ലോ, എന്താ അതിന് പറയാം, അത് ഒറ്റക്കവൻ പൊക്കി കയറ്റിയെന്ന് പറയുന്നത് തോളത്തേക്ക് 80 കിലോളം ഉണ്ട് അത്. പക്ഷേ ഇവൻ്റെ ഈ തോളത്തുനിന്ന് തെന്നിയായിട്ട് ഇവൻ ഒറ്റക്കായിരുന്നു. അത് കാണയിലേക്ക് പോയി. അതുകൊണ്ട് ഇവന് പൊക്കി കയറ്റാൻ പറ്റാത്ത പറഞ്ഞാൽ അവിടെ ഇട്ടിട്ട് പോയി. ഇല്ലേ പിന്നെ ആൾക്കാരെന്ത് ഈ സൗണ്ട് കേട്ട് വരികയും ചെയ്തെന്ന് ഞാൻ ആ ടൈമിൽ അറിഞ്ഞത്. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഈ 80 കിലോൻ്റെ ഈ സാധനം വരാൻ പൊക്കി കയറ്റും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് വീടിനെ പുറത്ത് വെക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഗേറ്റ് ഉണ്ടാവില്ല, മതിലുണ്ടാവില്ല, ഒരു ഗ്യാസ് കുറ്റി എന്തെങ്കിലും. എൻ്റെ ബൈക്കാണെങ്കിലും ചിലപ്പോൾ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ ഈ മോട്ടോർ വണ്ടി ആദ്യം ഒന്ന് നിർത്തലാക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്തത് നിങ്ങൾക്കും കൂടി വേണ്ടിയാണ്, നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയാണ്. പറ്റാവുന്ന അത്ര ഷെയർ ചെയ്യുക. അതുപോലെ ഞാൻ ആദ്യമേ പറഞ്ഞാൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ ഒന്ന് ടാഗ് ചെയ്യുക. ഇപ്പോൾ കേരള പോലീസ് ആയിക്കോട്ടെ, RTO ആയിക്കോട്ടെ, MVD ഒന്ന് എല്ലാവരും ഒന്ന് ടാഗ് ചെയ്യുക. കളക്ടറിൻ്റെ ആണെങ്കിലും മുന്നിലേക്ക് എത്തിക്കുക. അതായത് പഞ്ചായത്ത് തൃക്കാക്കര, ഇപ്പോൾ ഞങ്ങളുടെ തൃക്കാക്കര പഞ്ചായത്താണ്, അവിടുത്തെ ആണെങ്കിൽ സെക്രട്ടറിയുടെ മുന്നിലേക്ക് എത്തിക്കുക. എന്നാലും അവിടെ ഞങ്ങളൊരു ലെറ്റർ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് മുന്നേ ഈ വീഡിയോ എത്തി ഞങ്ങൾക്ക് അത്ര ഈസി ആയി. അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാം നമ്മൾ ഒരാൾ തന്നെ ഇങ്ങനെ അല്ലെങ്കിൽ കുറച്ച് പേര് ഒരു ഗ്യാങ് ആയിട്ട് ഓടി നടക്കുന്നത് നല്ലത്. എല്ലാവരും ഒരു ഹെൽപ്പ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്തായാലും ഇനി ഇത് വളർത്തരുത്, നമുക്ക് തളർത്തണം. കാരണം ഇത് ചെയ്തു വരുന്നത് 1-2 അല്ലല്ലോ. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എത്ര വീഡിയോ എൻ്റെ തന്നെ കിട്ടി, അല്ലെങ്കിൽ എത്ര പേരെന്നെ വിളിച്ചു. ഇന്ന് ഞാൻ ജംഗ്ഷൻ വരെ ചെമ്പൂക്ക് വരെ നടന്നപ്പോഴത്തേക്ക് എന്നോട് 3 പേരായിട്ടേ ചോദിച്ചു കേബിൾ കിട്ടിയോ, അറിയില്ല. അപ്പോൾ ഈ പോയവൻ്റെ വിഷമോ ഇതെല്ലാം നമ്മൾ കാണണം. അല്ലാണ്ട് മറ്റവൻ്റെ ആണല്ലോ പോയത് എന്നും പറഞ്ഞിരുന്ന നാളെ നമ്മുടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്രയും പറയാനുള്ളൂ. അതുപോലെ ഇങ്ങനെയുള്ള വണ്ടികളെല്ലാം വ്യത്യസ്തമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഇങ്ങനെയുള്ള വണ്ടികളിൽ കട്ടിംഗ് പ്ലെയറോ അല്ലെങ്കിൽ സ്പാനറുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരം ടൂൾസൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അവർ മറ്റ് ദുരുദ്ദേശങ്ങളുമായിട്ടായിരിക്കും ഇറങ്ങിയിരിക്കണം. പിന്നെ ഇങ്ങനെയുള്ള വണ്ടികളിൽ ബസ്സിൻ്റെ ബാറ്ററി 8 നോട്ടേ ഈ വാഴക്കാലം നടിച്ചുകൊണ്ട് പോയത് എനിക്കറിയാം. അതുപോലെ വണ്ടികൾ റോഡിൽ പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. വണ്ടികളുടെ ബാറ്ററി എടുത്തുകൊണ്ട് പോകണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തിനീ ലാസ്റ്റ് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ, പലരും പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു വാടകക്കാരൻ ആ വീട്ടിൽ നിന്ന് മാറിയപ്പോൾ AC-യുടെ യൂണിറ്റ് നാളെ കൊണ്ടുപോയിക്കോളാം പറഞ്ഞ് വീടിൻ്റെ വാതിക്കൽ വെച്ച്. പിറ്റേ ദിവസം വന്നപ്പോൾ ഈ യൂണിറ്റ് ഇല്ല. അതുകൊണ്ട് ഈ ഹൗസ് ഓണറും ഈ വാടക താമസിച്ച ആളും കൂടി പോയിട്ടാണ് കംപ്ലയിൻറ്റ് കൊടുത്തേക്കണം. അതും എനിക്കറിയാം. അതൊക്കെ ഇങ്ങനെയുള്ള ടീമാണ് കൊണ്ടുപോയേക്കണത്. കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ മുഴുവൻ പറയാനില്ല. ഇപ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത് കൂടി, അതുകൊണ്ടാണ്. പിന്നെ CCTV വെക്കാൻ ആഗ്രഹിക്കുന്നവരും വീട്ടിൽ, അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ അടുത്തൊരു ദിവസങ്ങളിൽ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. അത് കൂടി നിങ്ങൾ കണ്ടേക്കുക. അതുകൊണ്ട് കുറേ ഗുണങ്ങളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാണ്. എന്നാൽ അതിൻ്റെ അപ്പുറത്തെ സൈഡ് കുറേ ദോഷങ്ങളുള്ള സൈഡും ഉണ്ട്, അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് അടുത്ത ദിവസം ഒരു എപ്പിസോഡ് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇങ്ങനെയുള്ള അറിവുകൾ നിങ്ങളുടെ നിന്നും കിട്ടണം കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് കിട്ടണം, അല്ല ഞാൻ ഉണ്ടാക്കിയെടുക്കണമല്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.